എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ പറയാൻ വേണ്ടിയിട്ട് പോകുന്നത് എക്സ്പ്രസ് എൻട്രിയിൽ വന്നിട്ടുള്ള മേജർ അപ്ഡേറ്റ്സിനെ കുറിച്ചിട്ടാണ് പറയാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഫെബ്രുവരി 27 2025 എക്സ്പ്രസ് എൻട്രിയിലും വളരെ വലിയ മാറ്റങ്ങളാണ് വന്നിരിക്കുന്നത്. അപ്പം എന്തൊക്കെയാണ് ആ മാറ്റങ്ങൾ? ചില കാറ്റഗറീസ് എക്സ്പ്രസ് എൻട്രിയിൽ നിന്ന് എടുത്തു മാറ്റിയിട്ടുണ്ട്, ചില കാറ്റഗറീസ് ഇൻക്ലൂഡഡ് ആയിട്ടുണ്ട്, ചില കാറ്റഗറീസിന്റെ നമ്പർ ഇൻക്രീസ് ആയിട്ടുണ്ട്. അങ്ങനെയുള്ള കുറെ ചേഞ്ചസ് ആണ് വന്നിരിക്കുന്നത്. ഇതിപ്പോ നിങ്ങൾ കാനഡയ്ക്ക് ഉള്ളിലുള്ള ആളാണ്, കാനഡയ്ക്ക് പുറത്തുള്ള ആളാണ്, നിങ്ങൾ PR എക്സ്പ്രസ് എൻട്രി ത്രൂ കാറ്റഗറി ബേസ്ഡ് ആയിട്ടുള്ള നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആണ്. ഏതൊക്കെ കാറ്റഗറീസ് നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും, ഏതൊക്കെ കാറ്റഗറീസ് ആണ് എടുത്തു മാറ്റിയെന്നുള്ള കാര്യങ്ങളൊക്കെ ഇന്നത്തെ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഒട്ടും തന്നെ സമയം വേണ്ട, വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. എക്സ്പ്രസ് എൻട്രിയുടെ കാറ്റഗറി ബേസ്ഡ് ഡ്രോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറെ കാറ്റഗറീസ് ഇതിന്റെ അണ്ടറിൽ വരാറുണ്ട്. ഫ്രഞ്ച് കാറ്റഗറി ബേസ്ഡ് ഉണ്ട്, പിന്നെ അഗ്രികൾച്ചർ അഗ്രി ഫുഡ് വരാറുണ്ട്, പിന്നെ ഹെൽത്ത് സോഷ്യൽ വർക്കർ വരാറുണ്ട്, പിന്നെ സയൻസ് എഞ്ചിനീയറിംഗ് ടെക്നോളജി മാത്സ് അങ്ങനെയുള്ള കാറ്റഗറി വരുന്നുണ്ട്, പിന്നെ ട്രേഡ്സ് അങ്ങനെയുള്ള കുറെ കാറ്റഗറി ഉണ്ട്. പക്ഷെ ഇപ്പൊ വന്നിരിക്കുന്ന മേജർ ചേഞ്ചസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ അകത്തുനിന്ന് കുറച്ച് കാറ്റഗറീസ് ഇവർ എടുത്തു മാറ്റിയിട്ടുണ്ട്. അപ്പം ഈ ഒരു കാറ്റഗറിയിൽ നിങ്ങൾ എക്സ്പ്രസ് എൻട്രിക്ക് സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി ഇരിക്കുന്ന ആളാണ് എങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു കാറ്റഗറി അണ്ടറിൽ സബ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. അത് മാത്രമല്ല, നമ്മൾ പ്രതീക്ഷിക്കാത്ത കുറച്ച് കാറ്റഗറീസ് ആഡ് ചെയ്തിട്ടുണ്ട്, ചിലതിന്റെ നമ്പർ കൂട്ടിയിട്ടുണ്ട്. അപ്പം അത് എന്തൊക്കെയാണെന്നുള്ള കാര്യം നമുക്ക് നോക്കാം. അത് വന്നിരിക്കുന്ന 3 മേജർ ചേഞ്ചസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്പ്രസ് എൻട്രിയുടെ അണ്ടറിൽ പുതിയ ഒരു കാറ്റഗറി ആഡ് ചെയ്തിട്ടുണ്ട്, അതാണ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. ഇനി അടുത്തത് എക്സ്പ്രസ് എൻട്രിയുടെ കാറ്റഗറിയിൽ റിമൂവൽ ചെയ്തിട്ടുണ്ട്, അതാണ് ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത്. 2025 എക്സ്പ്രസ് എൻട്രിയിൽ മേജർ ആയിട്ട് ഇവർ ഫോക്കസ് ചെയ്യുന്ന കാറ്റഗറീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രഞ്ച് ബേസ്ഡ് കാറ്റഗറിയാണ് ഇവർ മേജർ ആയിട്ട് നോക്കുക. അപ്പം ബൈലിംഗ്വലിസം കുറച്ചും കൂടി ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടും ക്യൂബക്കിന്റെ ഔട്ട്സ്കേർട്സിന്റെ ആ ഒരു കമ്മ്യൂണിറ്റിന്റെ ഗ്രോത്തിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടും ഒക്കെയാണ് ഇവർ ഈ ഒരു ഫ്രഞ്ച് ബേസ്ഡ് കാറ്റഗറി നോക്കുന്നത്. പിന്നെ അത് മാത്രമല്ല, ഇവർ 2025 ഈ പറഞ്ഞിട്ടുള്ള ഈ കാറ്റഗറീസ് ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം അറ്റ് പ്രസന്റ് കാനഡയിൽ ലേബർ ഷോർട്ടേജ് ഉള്ള ഏരിയാസ് ഏതൊക്കെയാണ്, ഇവിടുത്തെ ഗ്രോത്തിന് എക്കണോമിക്കൽ ഗ്രോത്തിന് ഹെൽപ്പ് ചെയ്യുന്ന കാറ്റഗറീസ് ഏതൊക്കെയാണ്, ആ ഒരു അനാലിസിസ് ഒക്കെ ചെയ്തിട്ട് ഫൈനൽ റിസൾട്ട് എന്ന രീതിയിലാണ് ഈ 2025 ഈ കാറ്റഗറീസ് ഇവർ കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് എക്സ്പ്രസ് എൻട്രിയിലെ കാറ്റഗറി ബേസ്ഡ് ഡ്രോയ്ക്കകത്ത് ഇവർ ഇമ്പോർട്ടൻസ് കൊടുത്ത് നിർത്തിയിരിക്കുന്നത്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഹെൽത്ത് കെയർ ആൻഡ് സോഷ്യൽ സർവീസ് ഫീൽഡാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇവിടെ ഹെൽത്ത് കെയർ ഫീൽഡിന് നല്ല ഡിമാൻഡ് ആയിട്ടുള്ളതാണ്. കാരണം ഒരുപാട് ആൾക്കാരെ ആവശ്യമുണ്ട്. കാനഡ പോപ്പുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടി ഏജ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ ഏജ് ആയ പോപ്പുലേഷനെ നോക്കാൻ വേണ്ടി ആൾക്കാരുടെ എണ്ണം അവർക്ക് കുറെ കൂടി ആവശ്യമുണ്ട്. അതുകൊണ്ടിട്ടാണ് ഈ ഹെൽത്ത് കെയർ ബേസ്ഡ് സോഷ്യൽ സർവീസ് ബേസ്ഡ് ആയിട്ടുള്ള ഈ ഒരു കാറ്റഗറീസിന്റെ നമ്പർ എക്സ്പ്രസ് എൻട്രിയിൽ അണ്ടറിൽ ഇവർ കൂട്ടണത്. പിന്നെ ഉള്ളത് പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടാണ് എഡ്യൂക്കേഷൻ ബേസ്ഡ് കാറ്റഗറീസ് ആണ്. പിന്നെ ഉള്ളത് ട്രേഡ് ആണ്, ട്രേഡ് ഓൾറെഡി ഉള്ളതാണ്. പിന്നെ അത് മാത്രമല്ല കുറെ കാറ്റഗറി ഇപ്പം ഈ എഡ്യൂക്കേഷൻ ബേസ്ഡ് ആണെങ്കിൽ കുറച്ച് കാറ്റഗറി ഇൻക്ലൂഡഡ് ആയിട്ടുണ്ട്, ട്രാൻസ്പോർട്ടേഷൻ ആണെങ്കിൽ കുറച്ച് റിമൂവ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഏതൊക്കെയാണ് എന്നുള്ളത് നോക്കാം. അടുത്ത വന്നേക്കുന്നത് സ്പെസിഫിക് ചേഞ്ചസ് ആണ്. ചിലതിന്റെ അണ്ടറിൽ ചില കാറ്റഗറീസ് ആഡ് ചെയ്തിട്ടുണ്ട്, ചിലതിന്റെ അണ്ടറിൽ നിന്ന് ചില കാറ്റഗറീസ് റിമൂവ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാൻ എന്തൊക്കെയാണ് ആഡ് ചെയ്തത് റിമൂവ് ചെയ്തെന്നുള്ളത് ഇവിടെ കൊടുക്കാം. അപ്പൊ നിങ്ങൾക്ക് കാര്യങ്ങൾ കുറച്ചും കൂടി ഈസി ആയിട്ട് മനസ്സിലാവും. കാരണം ഒരുപാട് കാര്യങ്ങൾ ആഡ് ചെയ്യുകയും റിമൂവ് ചെയ്യുകയും ചെയ്തിട്ടില്ല. അപ്പൊ ഞാനിത് പറയുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു വ്യക്തത കിട്ടണമെന്നില്ല. അതുകൊണ്ട് ഞാൻ ഇവിടെ സൈഡിൽ കൊടുത്തിരിക്കാം പേര് എന്തൊക്കെയാണെന്നുള്ളത്. ഒന്നാമതായിട്ട് വന്നേക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ആഡഡ് ഒക്യുപ്പേഷൻസ് ആണ്. കുറെ ഒക്യുപ്പേഷൻസ് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ വന്നേക്കുന്നത് ചില കാറ്റഗറീസ് റിമൂവ് ചെയ്തിട്ടുണ്ട്. പിന്നെ സ്റ്റെം കാറ്റഗറിക്കകത്ത് കുറച്ച് പുതിയ കാര്യങ്ങൾ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ സ്റ്റെം കാറ്റഗറിക്കകത്തൊന്ന് റിമൂവ് ചെയ്തിട്ടുണ്ട് കാര്യങ്ങൾ. പിന്നെ ട്രേഡ് കാറ്റഗറിക്കകത്ത് കുറച്ച് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ട്രേഡ് കാറ്റഗറിക്കകത്ത് കുറച്ച് റിമൂവ് ചെയ്തിട്ടുണ്ട്. ചില കാറ്റഗറിക്കകത്ത് ചില പൊസിഷൻസ് റിമൂവ് ചെയ്യുകയും ചില പൊസിഷൻസ് ആഡ് ചെയ്യുകയും ചെയ്യുന്നു. ഇത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചില പൊസിഷൻസ്, അതായത് ചില കാര്യങ്ങൾ ഇവിടെ ആൾക്കാർ ഫില്ലായിട്ടുണ്ട്, പക്ഷെ അതേ സമയത്ത് തന്നെ മറ്റൊരു കാറ്റഗറിയിൽ ആൾക്കാർ ആവശ്യമുണ്ട്. അതുകൊണ്ടിട്ടാണ് ഇവർ പുതിയ പൊസിഷൻസ് ആഡ് ചെയ്യുകയും പഴയ പൊസിഷൻസ് എടുത്ത് മാറ്റുകയും ചെയ്യുന്നത്. ഇനിയുള്ളതെന്ന് പറഞ്ഞാൽ അഗ്രികൾച്ചർ ആൻഡ് അഗ്രി ഫുഡിനകത്ത് ചില കാറ്റഗറീസ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനിയുള്ളത് ബ്രാൻഡ് ന്യൂ കാറ്റഗറി എന്ന് പറഞ്ഞാൽ എഡ്യൂക്കേഷൻ കാറ്റഗറിയാണ്. ഇത്രയും കാര്യങ്ങളാണ് എക്സ്പ്രസ് എൻട്രിക്കകത്ത് ഇപ്പൊ വന്നിട്ടുള്ള മേജർ ചേഞ്ചസ് എന്ന് പറയുന്നത്. ചില കാറ്റഗറീസ് റിമൂവ് ചെയ്ത് നിങ്ങൾ ആ കാറ്റഗറി അണ്ടറിൽ എക്സ്പ്രസ് എൻട്രി ഫയൽ ചെയ്യാൻ വേണ്ടി ഇരുന്ന ആളാണെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേറെ ഇതേ സെയിം അണ്ടറിൽ വേറെ പൊസിഷൻസ് വന്നിട്ടുണ്ടോ, നിങ്ങളുടെ എഡ്യൂക്കേഷൻ, നിങ്ങളുടെ എക്സ്പീരിയൻസ് അതൊക്കെ ചെക്ക് ചെയ്ത് നോക്കാം. പിന്നെ അത് മാത്രമല്ല, ഇതിന്റെ അകത്ത് ഈ ഒരു കാറ്റഗറി ബേസ്ഡിനകത്ത് കാനഡയ്ക്ക് ഉള്ളിലുള്ള ആളാണെങ്കിലും പുറത്തുള്ള ആളാണെങ്കിലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. നിങ്ങൾക്ക് പ്രത്യേകിച്ച് അങ്ങനെ ഓഫർ ലെറ്ററിന്റെ കാര്യമൊന്നുമില്ല, പിന്നെ LMAയുടെ കാര്യമൊന്നുമില്ല. നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് പ്രൊഫൈൽ ക്രിയേറ്റ്
സബ്മിറ്റ് ചെയ്തിട്ടും നിങ്ങളുടെ ക്വാളിഫിക്കേഷൻസും എക്സ്പീരിയൻസും എഡ്യൂക്കേഷനും ഒക്കെ നിങ്ങൾക്ക് അതിൻ്റെ അകത്ത് അപ്ലോഡ് ചെയ്തിട്ടും നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഇതിൻ്റെ അകത്ത് നിങ്ങൾ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ക്വാളിഫൈ ആണെങ്കിൽ നിങ്ങൾക്ക് ഇൻവിറ്റേഷൻ കിട്ടുന്നതായിരിക്കും. പിന്നെ അത് മാത്രമല്ല ഒരുപാട് ആൾക്കാർ ഇങ്ങോട്ടേക്ക് വരാൻ വേണ്ടി നോക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങളിപ്പോൾ ഫ്രഞ്ച് ലാംഗ്വേജ് ഭയങ്കരമായിട്ട് ആ ഒരു കാറ്റഗറിയിലും ഇൻവിറ്റേഷൻസിന്റെ നമ്പർ കൂടാൻ ചാൻസസ് ഉണ്ട് എന്നാണ് പറയുന്നത്. കാരണം ഇവർ 2025 ഒരു മേജർ എയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഫ്രഞ്ച് സ്പീക്ക് ചെയ്യുന്ന ആൾക്കാരെ വെൽക്കം ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഫ്രഞ്ച് എക്സാമിനേഷന് CLB 7 മതിയാവും. അപ്പൊ നിങ്ങളുടെ ക്യാൻഡിലേക്ക് PR എടുത്ത് വരാൻ വേണ്ടി നോക്കുന്ന ആളാണ് എങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഫ്രഞ്ച് ലാംഗ്വേജ് ഒക്കെ പഠിച്ച് CLB 7 ഒക്കെ കിട്ടുവാണെങ്കിൽ ആ ഒരു കാറ്റഗറിയിൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഇൻവിറ്റേഷൻ കിട്ടാൻ ചാൻസസ് ഉണ്ട്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ എനിക്ക് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. നിങ്ങൾ ഇവിടെയുള്ള ആളാണ് അല്ലെങ്കിൽ ക്യാൻഡിലേക്ക് പുറത്തുള്ള ആളാണെങ്കിൽ ഈ ഒരു അപ്ഡേറ്റ്സ് അറിഞ്ഞിരിക്കുന്നത് നന്നായിരിക്കും. ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും താഴെ കമന്റ് ആയിട്ട് മെൻഷൻ ചെയ്യാം. പിന്നെ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണം, പറയണം, കേൾക്കണം അങ്ങനെ ഉണ്ടെങ്കിൽ അതും മെൻഷൻ ചെയ്യാം. ഇനി നമുക്ക് പുതിയൊരു വീഡിയോയിൽ പുതിയൊരു ടോപ്പിക്കുമായിട്ട് കാണാം. അതുവരെ ബൈ.